ഹലോ നമസ്കാരം കൂട്ടുകാരെ, PYQവിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ PYQ നോക്കുന്നത് തന്നെ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ഓരോ എക്സാംസും വളരെ ഏറെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഏതു ഭാഗത്തായിട്ടാണ്? ഏഷ്യൻ ഭൂഖണ്ഡമാണ്, ഭൂമിയല്ല, ഓർത്തിരിക്കുക. അപ്പോൾ ഈ പോയിൻ്റൊക്കെ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റും. അപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക് ഭാഗത്ത്. തെക്ക് ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. എവിടെയാണ് ഉത്തരാർദ്ധഗോളം? ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ അല്ലേ, ഉത്തരാർദ്ധഗോളത്തിലാണ്. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? 30 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി വ്യത്യാസമാണുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്കൻ രേഖയാണ് എന്താണ്? ഉത്തരായന രേഖ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയേ, നോക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണാകൃതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. പറയുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക. നർമ്മദാ നദി ഇന്ത്യക്ക് കുറുകെ കടന്നു പോകുന്നു അല്ലേ, 2ആയി ഭാഗിച്ചുകൊണ്ട് കടന്നു പോകുന്ന നദിയാണ് ഏത്? നർമ്മദ. ഈ നർമ്മദയ്ക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. വടക്ക് സത്പുര മുതൽ തെക്ക് കന്യാകുമാരി വരെ ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. വടക്ക് സത്പുര തൊട്ട് തെക്ക് കന്യാകുമാരി വരെ ഡെക്കാൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഏത് തന്നെയാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഏറ്റവും പഴക്കമേറിയതും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏറ്റവും വലിയ ഭൂവിഭാഗം ഏത് തന്നെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 കിലോമീറ്റർ. 2695 കിലോമീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. താപ്തി, സിന്ധു, പെരിയാർ, ഗംഗ. നോക്കൂ, താപ്തി എങ്ങോട്ടാണ്? താപ്തി ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് അല്ലേ. പിന്നെയോ സിന്ധു പടിഞ്ഞാറോട്ട് ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. പെരിയാർ പതിക്കുന്ന എവിടെ തന്നെയാണ്? അറബിക്കടലിലാണ് അല്ലേ. അപ്പം കിഴക്കോട്ട് പോകുന്ന നദി ഏതാണ്? ഗംഗ അല്ലെ. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്ന നദി ഏതാണ്? ഗംഗ. അപ്പം അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദിയാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ആൻസർ? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് തന്നെയാണ്? ഗംഗയാണ്. ഗംഗയുടെ നീളം എത്രയാണ്? 25 കിലോമീറ്റർ. 25 കിലോമീറ്റർ. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള നദി ഗംഗയാണ്.
ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് 2 കറണ്ട് അഫെയർ ആണ് കേട്ടോ. 2 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. മൂത്തൻ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളിയാണ്. ഓക്കെ, അങ്ങനെ 2 കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ വന്നിരിക്കുന്നത്. അടുത്തത് നോക്കാം. അടുത്തത് ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, എങ്കിലും നമുക്കത് ഉപകാരപ്പെടും. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി അല്ലേ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠം അവാർഡ് നേടുന്ന 6ാമത്തെ മലയാളിയാണ് അക്കിത്തം. ജ്ഞാനപീഠം അവാർഡ് നേടുന്ന 6ാമത്തെ മലയാളി. ഇന്ത്യയിലെ ഉന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. 11 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് 1956 ജി ശങ്കരക്കുറുപ്പിനാണ്. അടുത്തത് 1980 എസ്.കെ. പൊറ്റക്കാട്, 1984 തകഴി ശിവശങ്കരപ്പിള്ള, 1995 എം.ടി. വാസുദേവൻ നായർ, 2007 ഒ.എൻ.വി. കുറുപ്പിനും എന്ത് കിട്ടി? ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചു. അങ്ങനെ അവസാനമായി കിട്ടിയത് ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് എന്തിനുള്ള പുരസ്കാരമാണ്? സാഹിത്യത്തിനു നൽകുന്ന സമഗ്ര സംഭാവന മാനിച്ചാണ് 2019 അക്കിത്തത്തിന് ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏത്? ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ്? ഒരു വെർജീനിയൻ വെയിൽക്കാലം അല്ലേ? നോക്കാം. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. എല്ലാ വർഷവും ഒക്ടോബർ 27-നാണ് ഈ അവാർഡ് നൽകുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 27-നാണ് ഈ അവാർഡ് നൽകുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏത്? ജലസമാധി. ഏതാണ്? ജലസമാധി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏത്? സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന എവിടെ വെച്ചാണ്? ചില്ലാറിൽ വെച്ചാണ് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവറാണ്. ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എത്രയാണ്? 709 കിലോമീറ്റർ. 709 കിലോമീറ്ററാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു. പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ്? സിന്ധുവാണ്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ്? സിന്ധു. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധു, രവി എന്നിവ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? എന്താണ് ക്വസ്റ്റ്യൻ? ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉച്ചലിത വൃഷ്ടി. എന്താണ്? ഉച്ചലിത വൃഷ്ടി. എന്താണ് ഈ ഉച്ചലിത വൃഷ്ടി? അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്നത് ഉച്ചലിത വൃഷ്ടി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഈ ഉച്ചലിത വൃഷ്ടിക്ക് പറയുന്ന വേറൊരു പേരുണ്ട്, സംവഹന വൃഷ്ടി. എന്താണ്? സംവഹന വൃഷ്ടി. മേഘങ്ങൾ ഘനീഭവിച്ചുണ്ടാകുന്ന മഴയെയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. മേഘങ്ങൾ ഘനീഭവിച്ചുണ്ടാകുന്ന മഴയാണ് എന്തെന്ന് പറയുന്നത്? സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത്? ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഏത്? ലൂ. ഏതാണ്? ലൂ ആണ്. ബംഗാൾ, ബീഹാർ, ആസാം മേഖലകളിൽ ഇടിമിന്നലോടുകൂടി പേമാരിക്ക് കാരണമാകുന്ന പ്രാദേശിക വാദമാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. ബംഗാൾ, ബീഹാർ, ആസാം മേഖലകളിൽ ഇടിമിന്നലോടുകൂടി പേമാരിക്ക് കാരണമാകുന്ന പ്രാദേശിക വാദമാണ് നോർവെസ്റ്റർ. ബംഗാളിൽ കാൽബൈ ശാഖ എന്നറിയപ്പെടുന്ന കാറ്റാണ് ഏത്? നോർവെസ്റ്റർ. ബംഗാളിൽ കാൽബൈ ശാഖ എന്ന പേരിൽ അറിയപ്പെടുന്ന കാറ്റാണ് ഏതെന്ന് അറിയപ്പെടുന്നത്? നോർവെസ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? എന്താണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ജിം കോർബറ്റ് നിലവിൽ വന്നത് 1936-ലാണ്. ഹെയ്ലി എന്നും രാംഗംഗ എന്നും അറിയപ്പെടുന്നു. ഹെയ്ലി എന്നും രാംഗംഗ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. 1957-ലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന പേര് ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത് എവിടെയാണ്? ജിം കോർബറ്റിലാണ്.
ഓക്കെ, ക്ലിയർ അല്ലേ? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. എന്നാൽ ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനമുണ്ട്, അതേതാണ്? പഞ്ചാബ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരാണ് ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? സൗത്ത് ബട്ടൺ ദ്വീപ്. ആൻഡമാൻ നിക്കോബാറിലെ സൗത്ത് ബട്ടൺ ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏതാണ്? മധ്യപ്രദേശ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഇന്ത്യയുടെ സോയ എന്നറിയപ്പെടുന്ന സംസ്ഥാനം, വനവിസ്തൃതിയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം, പിന്നെയോ ഗുഡ്ക നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? മധ്യപ്രദേശ്. ക്ലിയർ അല്ലേ? അടുത്തൊരു കറണ്ട് അഫെയർ ആണ്. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടിയാണ് പ്രിയങ്ക ചോപ്ര. അടുത്തൊരു കറണ്ട് അഫെയർ ആണ്. ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേരെന്ത്? ഏതാണ്? ഭാരത് മാതാ ചൗക്ക് എന്നാണ്. അടുത്തത് ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. ഓക്കെ, ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ യോഗ സർവകലാശാലയാണ് വിവേകാനന്ദ യോഗ സർവകലാശാല. ഇന്ത്യയിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് നാഗേന്ദ്രയാണ്. യോഗാ ദിനം എന്നാണ്? ജൂൺ 21. യോഗാ ദിനം എന്നാണ്? ജൂൺ 21. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന 3-ാമത്തെ ഭാഷ ഏത്? എന്താണ്? ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്ക് പ്രസിദ്ധീകരിച്ച എത്നോലോഗ് പ്രകാരം ലോകത്തെ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന 3-ാമത്തെ ഭാഷയാണ് ഹിന്ദി. ഏതാണ്? ഹിന്ദിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ഏതാണ്? ശാന്തിവനം. അങ്ങനെയെങ്കിൽ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? രാജ്ഘട്ട് ആണ്. അങ്ങനെയെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യവിശ്രമ സ്ഥലം വിജയ്ഗഡ്. മൊറാർജി ദേശായിയുടെ അന്ത്യവിശ്രമ സ്ഥലം അഭയ്ഗഡ്. ചരൺ സിംഗിന്റെ അന്ത്യവിശ്രമ സ്ഥലം കിസാൻഗഡ്. ഗുൽസാരിലാൽ നന്ദിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് നാരായൺഗഡ്. കിഷൻകാന്തിന്റെ നിഗംബോധ്ഗഡ്. ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥൽ. സെയിൽ സിംഗിന്റെ ഏകതാ സ്ഥൽ. ശങ്കർ ദയാൽ ശർമ്മ വീർഭൂമി. BR അംബേദ്കർ ചൈത്രഭൂമി. KR നാരായൺ കർമ്മഭൂമി. നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്. ഒന്നുകൂടെ പറയാം. ഗാന്ധിജിയുടെ രാജ്ഘട്ടാണ്, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിജയ്ഘട്ട്, മൊറാർജി ദേശായിയുടെ അഭയ്ഘട്ട്, ചരൺ സിംഗിന്റെ കിസാൻഘട്ട്, ഗുൽസാരിലാൽ നന്ദിയുടെ നാരായൺഘട്ട്, കിഷൻകാന്തിന്റെ നിഗംബോധ്ഘട്ട്, ഇന്ദിരാഗാന്ധിയുടെ ശക്തിസ്ഥൽ, സെയിൽ സിംഗിന്റെ ഏകതാ സ്ഥൽ, BR അംബേദ്കറുടെ ചൈത്രഭൂമി, ശങ്കർ ദയാൽ ശർമ്മ വീർഭൂമി, KR നാരായണൻ കർമ്മഭൂമി, നരസിംഹറാവു ബുദ്ധപൂർണിമ പാർക്ക്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാണ്? 1946 ഡിസംബർ 13. ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന്. എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന്. പിന്നെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടു അല്ലേ? ഏത് വർഷമാണ്? 1976 42-ാം ഭേദഗതിയിലാണ് ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ബംഗാൾ. ഏതാണ്? ബംഗാൾ. 1859 60 അവിഭക്ത ബംഗാളിൽ നടന്ന കർഷക സമരമാണ് എന്തെന്ന് പറയുന്നത്? നീലം കലാപം എന്ന് പറയുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് എന്ത്? ഇൻഡിഗോ കമ്മീഷൻ. അപ്പോൾ ഇൻഡിഗോ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലം കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇൻഡിഗോ കമ്മീഷൻ നിലവിൽ വന്നത് 1860 മാർച്ച് 31-നാണ്. പ്രക്ഷോഭത്തെ അടിസ്ഥാനമാക്കി നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. അപ്പോൾ നീൽ ദർപ്പൺ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലം കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 24.
ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏത്? ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയും കൂടിയാണ് ആര്? രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് ഏതാണ്? കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത പ്രസിഡന്റ് 1961 ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ് അല്ലേ? ഡോക്ടർ രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. എതിർ സ്ഥാനാർത്ഥി ഇല്ലാതെ ഉപരാഷ്ട്രപതിയായ തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാജ്യസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാർ. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ പോർച്ചുഗീസ് ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. അടുത്ത ക്വസ്റ്റ്യൻ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആണ് ആര്? വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹേസ്റ്റിംഗ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി. വാറൻ ഹേസ്റ്റിംഗ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. അടുത്തത്, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അനുച്ഛേദം 15. എന്താണ്? ആർട്ടിക്കിൾ 15 അനുസരിച്ച് മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 15. ഇപ്പോൾ കുറച്ച് ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ 14 നിയമസമത്വം, ആർട്ടിക്കിൾ 16 അവസര സമത്വം, ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, ആർട്ടിക്കിൾ 18 ബഹുമതി നിർത്തലാക്കൽ, ആർട്ടിക്കിൾ 19-22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 23-24 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, ആർട്ടിക്കിൾ 25-28 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 29-30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ആർട്ടിക്കിൾ 32-35 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുമേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. ആർക്കാണ്? പാർലമെന്റിന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ്. രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. പാർലമെന്റ് അറിയപ്പെടുന്നത് സൻസദ് ഭവൻ. പാർലമെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് 79. പാർലമെന്റിന്റെ പിൻകോഡ് 110001.
ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏത്? കൈത്തറി. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് തിരുവനന്തപുരം. കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് വയനാടാണ്. ഹാൻഡ് വീവ് സ്ഥാപിതമായത് 1968. ആസ്ഥാനം കണ്ണൂർ. ഹാൻടെക്സിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികളാണ് തനിമ, കൃതിക എന്നിവ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചി. പള്ളിവാസൽ പദ്ധതി ഏതു നദിയിലാണ്? മുതിരമ്പുഴ. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മുതിരമ്പുഴ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? 1972. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് 1972. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? തിരുമംഗലം ടു കൊല്ലം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുമംഗലം ടു കൊല്ലം. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല? അഞ്ചുതെങ്ങ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കുറുവാത്തോട്ടം? അഞ്ചരക്കണ്ടി. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കുറുവാത്തോട്ടമാണ് അഞ്ചരക്കണ്ടി. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ? കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. അടുത്ത ക്വസ്റ്റ്യൻ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാര്? ആഗമാനന്ദ സ്വാമി. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? കർണാടക. കേരളത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം? 77. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? 40 സെന്റിമീറ്റർ. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? 40 സെന്റിമീറ്റർ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ജൈവ സമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണ് പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം. അക്കമ്മ ചെറിയാന്റെ ജനനസ്ഥലം? കാഞ്ഞിരപ്പള്ളി. അക്കമ്മ ചെറിയാന്റെ ജനനസ്ഥലം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? പുതുക്കാട്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? പുതുക്കാട്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? തൃശൂർ. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം തൃശൂർ. എന്നാൽ കേരള പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂർ. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാ? O ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം? സെറിബെല്ലം. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത്? 4 തരം. ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക് എന്നാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? രവിശങ്കർ പ്രസാദ്. ആരാണ്? രവിശങ്കർ പ്രസാദ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാ? ആമസോൺ മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ മഴക്കാടുകൾ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാ? ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഏത്? ജീവകം കെ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകമാണ് ജീവകം കെ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്?
പ്രോട്ടിയം. ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുന്നു. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലബലം കുറയുന്നു. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. മെൻഡലീഫിന്റെ ആവർത്തന പട്ടികയിലെ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗാണ്. എർഗ്. അടുത്ത, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. സൂര്യനിൽ നിന്ന് പ്രകാശത്തിനു ഭൂമിയിലെത്താൻ എത്ര സമയം വേണം? 8.2 മിനിറ്റ്. സൂര്യനിൽ നിന്ന് പ്രകാശത്തിന് ഭൂമിയിലെത്താൻ വേണ്ട സമയം 8.2 മിനിറ്റ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. കൂട്ടുകാരെ, പഠിത്തം ഊർജ്ജസ്വലമായി തന്നെ നടക്കട്ടെ. നമുക്ക് അടുത്ത ഒരു PYQ പേപ്പറുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക്